പ്രിയമുള്ളവരെ, വചനജ്വാല 1600 ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് ജനുവരി 17 ശനിയാഴ്ച. എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നിറഞ്ഞ സന്തോഷത്തോടെ, അതിലേറെ അഭിമാനത്തോടെ ഇന്ന് ആദ്യമായി ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാ മഹത്വവും ദൈവത്തിന് സമർപ്പിക്കുന്നു. ഓരോ പ്രഭാതത്തിലും ദൈവവചനം ശ്രവിച്ചും അനുദിന വിശുദ്ധരുടെ മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടും വചനജ്വാല മുന്നോട്ടു പോവുകയാണ്. ഓരോ ദിവസവും വചനജ്വാല കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്കോരോരുത്തർക്കും നന്ദി, ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വചന വായനയിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ന് ഏശയ്യായുടെ പുസ്തകം 53 അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ഇന്ന് ശ്രവിക്കുക. നമ്മൾ കേട്ടത് ആര് വിശ്വസിച്ചു? കർത്താവിൻ്റെ കരം ആർക്ക് വെളിപ്പെട്ടിട്ടുണ്ട്? തൈച്ചെടി പോലെ വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന മുള പോലെ അവൻ അവിടുത്തെ മുൻപിൽ വളർന്നു. ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി, നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവന്റെ മേൽ ചുമത്തി. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു. എൻ്റെ ജനത്തിന്റെ പാപം നിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവന്റെ തലമുറയിൽ ആര് കരുതി? അവനൊരു അതിക്രമവും ചെയ്തില്ല, അവന്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല. എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. അവനെ ക്ഷതമേൽക്കണമെന്നത് കർത്താവിൻ്റെ ഹിതമായിരുന്നു. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും.
തൻ്റെ കഠിനവേദനയുടെ ഫലം കണ്ട് അവൻ സംതൃപ്തനാകും. നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ ജ്ഞാനത്താൽ അനേകരെ നീതിമാന്മാരാക്കും. അവൻ അവരുടെ തിന്മകളെ വഹിക്കുകയും ചെയ്യും. മഹാന്മാരോടൊപ്പം ഞാൻ അവന് അവകാശം കൊടുക്കും. ശക്തരോടുകൂടെ അവൻ കൊള്ള മുതൽ പങ്കിടും. എന്തെന്നാൽ അവൻ തൻ്റെ ജീവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും പാപികളോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്തു. എന്നിട്ടും അനേകരുടെ പാപഭാരം അവൻ പേറി അതിക്രമങ്ങൾക്കു വേണ്ടി മാധ്യസ്ഥം വഹിച്ചു. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ഈജിപ്തിലെ വിശുദ്ധ അന്തോണിയെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. ഈജിപ്തിലെ ഒരു ധനിക കുടുംബത്തിൽ ജനനം. 20-ാം വയസ്സിൽ വിശുദ്ധ കുർബാനയുടെ സുവിശേഷത്തിൽ നിന്ന് കേട്ട വചനം, നീ പരിപൂർണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്കുള്ള സമസ്തവും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. ആന്റണി അപ്രകാരം ചെയ്തു. മറ്റ് സന്യാസികളുടെ ജീവിതമുറ മനസ്സിലാക്കി നൈൽ നദിയുടെ താഴത്ത് ഭാഗം ഏകാന്തമായി ഭജന ആരംഭിച്ചു. ഒരുപാട് പേർ ആന്റണിയെ അനുകരിച്ചു. അവർക്ക് വേണ്ടി ഒരു സന്യാസ ജീവിതമുറ ക്രമപ്പെടുത്തി. ശിഷ്യരുടെ ബാഹുല്യം മൂലം മറ്റൊരു വനത്തിലേക്ക് മാറി 45 വർഷം അവിടെ ദേ മാർ അന്തോണിയൂസ് എന്ന ആശ്രമത്തിൽ താമസിച്ചു. ഈ ഏകാന്തവാസത്തിനിടയ്ക്ക് 60-ാം വയസ്സ് അലക്സാണ്ട്രിയയിലേക്ക് പോയി. മതമർദ്ദന വിധേയനായ ക്രിസ്ത്യാനികളെ ആശ്വസിപ്പിച്ചു. 88-ാം വയസ്സിൽ വീണ്ടും പോയി ആര്യൻ പാഷണ്ഡികളെ മനസ്സ് തിരിക്കാൻ ശ്രമിച്ചു. പിശാചുക്കൾ ആന്റണിയെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ടെന്നും ഒരിക്കൽ മൃതപ്രായനാക്കിയെന്നും പറയപ്പെടുന്നു. ഞാൻ നിങ്ങളെ ഭയപ്പെടുന്നില്ല. നിങ്ങൾക്ക് എന്നെ ഈശോയോടുള്ള സ്നേഹത്തിൽ നിന്നും അകറ്റാൻ കഴിയില്ലെന്നും അദ്ദേഹം പിശാചുക്കളോട് പറഞ്ഞു അത്രേ. 2-3 ദിവസം കഴിയുമ്പോൾ മാത്രം അപ്പവും വെള്ളവും മാത്രം കഴിച്ചിരുന്ന ആന്റണിയെ അനുകരിക്കുക എളുപ്പമായിരുന്നില്ല. ഈ പ്രായശ്ചിത്തവും ഏകാന്തതയും വന്യജീവിതവും 105 വയസ്സുവരെ ജീവിക്കുവാൻ തടസ്സമായില്ല. പ്രിയമുള്ളവരെ, 105-ാം വയസ്സിൽ ഈ ലോകത്ത് നിന്ന് യാത്രയായ ഈജിപ്തിലെ വിശുദ്ധ ആന്റണിയുടെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.